പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നവംബർ 16 ശനിയാഴ്ച. അപ്പൊ ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അതെ, നമുക്ക് അവധിയൊന്നുമില്ല. നിങ്ങൾക്ക് വാർത്തയൊക്കെ പറയാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നലെ നീതു ഉണ്ടായിരുന്നു. ഇന്നലെ നീതു ഞാനായിരുന്നു. ഇന്നിപ്പം മരിയ ഞാൻ. അതെ. അപ്പം ഇപ്പൊ ഇന്ന് എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയായിട്ട് വന്നത് മറ്റേ വയനാട് ചൂരൽമലയിലെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ന്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വയനാട് ചൂരൽമല മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ ഒരു സഹായവും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ന്യൂസായിട്ട് എല്ലാ പത്രങ്ങളിലും പറയുന്നത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉത്തരമില്ലാതെ കേന്ദ്രം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ കേരളത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇനിയും കേന്ദ്രത്തിൽ നിന്ന് ഉത്തരമില്ല. പകരം ദേശീയ ദുരന്തം എന്ന വിശേഷണത്തിന്റെ നിയമ സാധുതയെപ്പറ്റിയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ അനുവദിച്ച പണത്തെപ്പറ്റിയുമാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. കേരള സർക്കാരിന്റെ ന്യൂഡൽഹിയിലെ പ്രതിനിധി KV തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടിയും ഇതുതന്നെ. ദേശീയ ദുരന്തം എന്ന വിശേഷണത്തിലൂടെയല്ല ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തീവ്ര ദുരന്തമായി അംഗീകരിക്കുമോ എന്നതാണ് കേരളത്തിന്റെ പ്രധാന പ്രശ്നം. ഇതുൾപ്പെടെ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചത്. കൂടുതൽ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇതിനകം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 388 കോടി രൂപ അനുവദിച്ചെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ ഈ പണം ഏതെങ്കിലും പ്രത്യേക ദുരന്തത്തിനായി ചെലവിടേണ്ടതല്ല. ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം വർഷം മുഴുവനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ചെലവിടാനാവൂ. വർഷം ഏകദേശം 300 കോടി രൂപ ഈ ഫണ്ടിൽ നിന്ന് കേരളം ചെലവിടുന്നുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ചൂരൽമലയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഈ 388 കോടി അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ കേരളം 1500 കോടിയാണ് അവകാശപ്പെട്ടിരുന്നത്. അത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞത്. പക്ഷെ അത് അവര് അനുവദിക്കുന്നില്ല. അവർ മൗനമായിട്ട് പ്രഖ്യാപിക്കുന്നുമില്ല. അന്ന് ആ ചൂരൽമലയിൽ അത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്ന പ്രശ്നങ്ങളില്ല. ആ ദുരന്തം ഉണ്ടായപ്പോ പ്രധാനമന്ത്രി വന്ന് അവിടെ സന്ദർശിച്ചിട്ട് കേരളത്തിനൊപ്പം ഉണ്ടാകും, അല്ലെ ചൂരൽമലയില് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ മൗനം പാലിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വെറുതെ ആയി പ്രധാനമന്ത്രിയുടെ വാക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നട്ടല് തകർന്ന അനിൽകുമാറിന് സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നേരിട്ട്. അപ്പം വേണ്ട സഹായങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് കൈകളിൽ കൈചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് നൽകിയപ്പോൾ അനിൽകുമാർ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ അത് പാഴ്വാക്കായി മാറി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നട്ടല് തകർന്ന് കിടപ്പിലായ അനിൽകുമാറിനെ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി കണ്ടത്. കുക്കുഴിയിലെ വാടക വീട്ടിൽ തുടർ ചികിത്സയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ. അമ്മ ലീലാവതിയും 2.5 വയസ്സുള്ള മകൻ ശ്രീലിഹാലിനെയും ഉരുൾ കവർന്നു. ഒപ്പം പുതിയ വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി. ഭാര്യ ജാൻവി ഇപ്പോഴും മകന്റെ മരണത്തോട് മാനസികമായി പൊരുത്തപ്പെട്ടിട്ടില്ല. അന്ന് 10 മിനിറ്റോളം പ്രധാനമന്ത്രി അനിൽകുമാറുമായി സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തിയും തീവ്രതയും സ്വന്തം നഷ്ടങ്ങളുമെല്ലാം അനിൽകുമാർ ഹിന്ദിയിൽ തന്നെ അദ്ദേഹത്തോട് വിവരിച്ചു. ഇപ്പോൾ തുടർ ചികിത്സയും വീട്ടുചെലവുകളും പ്രയാസത്തിലാണ്. ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ചികിത്സ സൗജന്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ ചികിത്സാ സഹായം ഒന്നും ലഭിക്കുന്നില്ല. വീട്ടുവാടക സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പ്രതിദിന സഹായം 300 രൂപ മുടങ്ങി. പ്രധാനമന്ത്രി സഹായിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി അനിൽകുമാർ പറഞ്ഞു. അപ്പം അന്നെടുത്ത ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മലയാള മനോരമയില്. കൈ പിടിച്ചിട്ടാണ് പറഞ്ഞത് വേണ്ട സഹായങ്ങളെല്ലാം നൽകൂന്ന്. അപ്പം അമ്മയും കുഞ്ഞും ഉരുൾപൊട്ടലിൽ മരിച്ചുപോയി. ഇപ്പം ഭാര്യ കുഞ്ഞ് മരിച്ചതിന്റെ ആ മാനസികമായിട്ടുള്ള ഇതുവരെ റിക്കവർ ചെയ്ത് വന്നിട്ടില്ല. അപ്പം ഇപ്പൊ വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. അപ്പം ദിവസവും പ്രതിദിനം കിട്ടുന്ന 300 രൂപയും ഇപ്പം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പം വാടക സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പിന്നെ ഇനി തുടർന്ന് ഇപ്പം നട്ടല് പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ചികിത്സിക്കേണ്ടതായിട്ടുള്ള അതെ, ഇതാണ് കുടുംബനാഥൻ തന്നെയാണ്. അപ്പം അത് നട്ടല് പോയതിന്റെ ചികിത്സയുണ്ട്, അല്ലാതെ വീട്ടിന്റെ വാടക ചെലവുകള് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ എത്ര മനുഷ്യർ, ഇതിപ്പോ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ എത്രയോ പേരുണ്ടായിരിക്കാം വയനാട് ദുരന്തത്തിൽ പെട്ടുപോയത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ്. കേരളം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ എന്നും നമ്മളും ഇന്ത്യക്കാരുടെ ഭാഗമല്ലേ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ
വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം സഹായിക്കുന്നത് പരാമർശിച്ചായിരുന്നു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ തീരാ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. വയനാടിനു ശേഷം ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും സഹായം കൊടുത്തു. അത് നല്ല കാര്യം. എന്നാൽ കേരളത്തിനും ആ സഹായം നൽകേണ്ടതില്ലേ? ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിലും പ്രളയം ഉണ്ടായത് അങ്ങനെ ദുരന്തം ഉണ്ടായ പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തും കേരളത്തെ അവഗണിച്ചെന്നുള്ളത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം വന്നായിരുന്നു മോദി വയനാട് സന്ദർശിച്ചത്. അത് എല്ലാ സഹായം തരൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് മാറി. അപ്പം ചൂരൽമല മുണ്ടക്കൈ കേന്ദ്രത്തോട് ഹൈക്കോടതി തീരുമാനം വേണം ഈ മാസം തന്നെ. അപ്പം ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസ നിയമപ്രകാരം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകി. പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നത് പോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് K ജയകുമാർ എന്നിവരുടെ ഡിവിഷണൽ ബെഞ്ച്. അപ്പം ഈ മാസം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. എന്നാലേ ഉള്ളവർക്ക് ഇപ്പോൾ വായ്പകൾ തള്ളി ഇപ്പം ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിതീവ്ര ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കേണ്ട ഉന്നതാധികാര സമിതി യോഗം ഇതുവരെ കൂടിയിട്ടില്ലെന്നും എത്രയും വേഗം ചേർന്ന് ഈ മാസം തന്നെ തീരുമാനം അറിയിക്കണമെന്നും കേന്ദ്രത്തിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ MRL സുന്ദരേശൻ വിശദീകരണം നൽകി. അപ്പൊ ഇതുവരെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപേണ്ട ഉന്നതതല സമിതി യോഗം ഇതുവരെ കൂടിയിട്ടില്ല. അപ്പം അതും പെട്ടെന്ന് കൂടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ ചൂരൽമലയിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം കേന്ദ്രം അനുവദിക്കണം. എത്ര ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു, ബന്ധുക്കളും ആരും ഇല്ലാണ്ട്. അപ്പൊ നമ്മളാൽ ഒത്തിരി പേര് സഹായിച്ചു. പക്ഷെ കേന്ദ്രം അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പം കേരളത്തിന് നേരിടേണ്ടി വരുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്ന പോലെ തന്നെ കേരളത്തെയും പരിഗണിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത എന്താണ് ദിവസം? അടുത്തെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ മരിയൊക്കെ എന്താ ശബരിമല എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഞാൻ ശബരിമല പോയിട്ടില്ല. അപ്പോ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. മണ്ഡല ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൃശ്ചിക കുളിരിന്മേൽ ഭക്തിയുടെ ചൂട് പകർന്നു താഴ്ത്തിരുമുറ്റത്ത് ആഴിച്ചൊരിച്ചു. വെള്ളിയാഴ്ച ഉച്ച മുതൽ അയ്യപ്പനെ തൊഴാൻ ആയിരങ്ങളാണ് മല കയറി വന്നത്. അപ്പൊ ഇന്നലെ 1:30 മുതലായിരുന്നു ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് ആളുകൾ എത്തിത്തുടങ്ങിയത്. അപ്പം ഈ ശബരിമലയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർച്വൽ ക്യൂ 2 ആഴ്ചത്തേക്ക് ബുക്കിംഗ്. അപ്പം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് 2 ആഴ്ചത്തെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർത്ഥാടനത്തിൻ്റെ ആദ്യ 14 ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. 30-ന് മാത്രം 6000 പേരുടെ ഒഴിവുണ്ട്. ദർശനത്തിന് വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കാണ് അവസരം ലഭിച്ചിരുന്നത്. 29 വരെ ബുക്കിംഗ് 70,000 കടന്നു. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രമേ ഇനി പ്രവേശനമുള്ളൂ. അപ്പം 29 വരെ, അപ്പോൾ ഈ മാസം 29 വരെ അല്ലേ, അപ്പം അതുവരെ 70,000 പേര് കടന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് മാത്രമേ ഇനി അവസരമുള്ളൂ. പമ്പ, എരുമേലി, സത്രം എന്നീ 3 കേന്ദ്രങ്ങളിലുമായി ദിവസം 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അവസരം. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ല കാര്യമാണെന്ന്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങൾ ഇതുവഴി ഈ ബുക്കിംഗ് വഴി എല്ലാവർക്കും ദർശനം നടത്താൻ പറ്റത്തില്ലെന്നും പലരും ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ശബരിമലയിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി മന്ത്രി VN വാസവൻ. തീർത്ഥാടന കാലം ഭംഗിയാക്കാൻ ശബരിമലയിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പൂർണ്ണമായും നവീകരിച്ച സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൗസിന്റെയും പമ്പയിലെ വിഘ്നേശ്വര ഗസ്റ്റ് ഹൗസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 54 മുറികളും ആധുനിക സൗകര്യങ്ങളുമായാണ് ഗസ്റ്റ് ഹൗസ് പുനരുദ്ധീകരിച്ചത്.
സന്നിധാനത്ത് പരമാവധി ഭക്തർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 8,000 വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യമുണ്ട്. 8,000 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പൊ നല്ല കാര്യം. അവർക്ക് എത്രയോ ഈ മല മുഴുവൻ കയറി വിഷമിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് സൗകര്യം ഇല്ലെന്നും പറഞ്ഞിട്ട്. അതെ അതെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. അതെ, വരട്ടെ. അടുത്ത വാർത്ത എന്താ മരിയ? അടുത്തത് മഞ്ഞപ്പിത്തം സംസ്ഥാനത്ത് മരണം 6 മടങ്ങ് വർദ്ധിച്ചു. അപ്പം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരും അത് കാരണം മരിച്ചവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 6,424 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതെങ്കിൽ ഈ വർഷം ഇതുവരെ 24,324 പേര് രോഗബാധിതരായി. 4 മടങ്ങാണ് വർധന. കഴിഞ്ഞ വർഷം 14 പേര് മരിച്ചെങ്കിൽ ഈ വർഷം 82 മരണമായെന്നാണ് ഔദ്യോഗിക കണക്ക്. വർധന 6 മടങ്ങും. രോഗബാധിതരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയാൽ കണക്ക് ഇതിലും ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. 1,136 പേർ മഞ്ഞപ്പിത്തം ബാധിക്കുകയും 5 മരണമുണ്ടാകുകയും ചെയ്തു. 2024 കണക്ക് താരതമ്യം ചെയ്താൽ 3 വർഷം കൊണ്ട് രോഗികളുടെ എണ്ണം 20 മടങ്ങിലാണ് വർദ്ധിച്ചത്. 3 മാസത്തിനിടെയാണ് രോഗബാധിതരുടെയും മരിച്ചവരുടെ എണ്ണം കുതിച്ചുയർന്നത്. സംസ്ഥാനത്ത് ദിവസം 10-ലേറെ പേർ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. രോഗം ബാധിക്കുന്നവരിലേറെയും ചെറുപ്പക്കാരാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം വീണ്ടും സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം. കഴിഞ്ഞ ദിവസം മെഹ്റിൻ എന്ന് പറയുന്ന ഒരു 10 വയസ്സുകാരി മരിച്ചായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വർധനവാണ്. ഈ വർഷം 82 മരണമാണ് മഞ്ഞപ്പിത്തം മൂലം ഉണ്ടായത്. എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിക്കുക. കൂടുതലും വെള്ളം കുടിക്കണമെങ്കിൽ ഇത് വരാതിരിക്കത്തുള്ളൂ. എല്ലാവരും മുൻകരുതലുകൾ എടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പോവുക, വേണ്ട ചികിത്സയൊക്കെ നേടുക. പിന്നെ മഞ്ഞപ്പിത്തത്തിന് പിന്നാലെ ജലജന്യ രോഗങ്ങളായ ടൈഫോയിഡ്, കോളറ, വയറിളക്കം എന്നിവയും കൂടും. ഇതിൽ ടൈഫോയിഡ് ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ജലാശയങ്ങളും ജലവിതരണ സംവിധാനങ്ങളും അണുവിമുക്തമാക്കുക എന്നതാണ് രോഗവ്യാപനം വ്യക്തമാക്കുന്നതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ എ അൽത്താഫ് പറഞ്ഞു. കുളങ്ങളും തോടുകളും ശുദ്ധീകരിക്കാത്തതും ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളുന്നതുമായ ജലജന്യ രോഗങ്ങൾ വ്യാപകമാകാൻ കാരണമെന്ന് ആരോഗ്യ ഡയറക്ടറിലെ ഡോക്ടർമാർ അറിയിച്ചു. അതായത് കുളങ്ങളും തോടുകളും എല്ലാം നമ്മൾ വൃത്തിയാക്കാതിരിക്കുന്നതും പിന്നെ കൂടുതലും മാലിന്യം എല്ലായിടത്തും നിക്ഷേപിക്കുന്നതും അതാണ് ഇതിനുള്ള പ്രധാന കാരണമായിട്ട് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ മാലിന്യം തള്ളുന്നതിനെതിരെ തദ്ദേശ വകുപ്പ് നടപടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഫലപ്രദമാക്കുന്നതില്ലെന്ന് വിലയിരുത്തൽ. അതായത് മാലിന്യം തള്ളുന്നതിനെതിരെ തദ്ദേശ വകുപ്പ് നടപടി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ ജലവിതരണ ടാങ്കറുകളും IS ഫാക്ടറികളും ബാരലുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളവും പരിശോധിക്കുന്നില്ല. അപ്പോൾ ഈ ജലവിതരണ ടാങ്കറുകളും മറ്റും ഒന്നും അവിടെ വിതരണം ചെയ്യുന്ന വെള്ളമൊന്നും ആരും കൃത്യമായിട്ട് പരിശോധിക്കുന്നില്ല. പിന്നെ വെള്ളം 5 മിനിറ്റെങ്കിലും തിളപ്പിച്ച ശേഷമേ കുടിക്കാമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റും അപ്പം ഈ മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോൾ എല്ലാവരും അത് ഈ വെള്ളത്തിൽ കൂടിയാണ് അത് വരുന്നത്. അപ്പൊ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റി ഉപയോഗിക്കുക. 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെള്ളം തിളപ്പിക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് മാത്രമേ ചിലരുടെ തെറ്റിദ്ധാരണയുണ്ട്, ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കണ്ണില് മഞ്ഞ അങ്ങനെ നോക്കി ചിലവർ പറയും. പക്ഷെ ഈ ഒരു 6 ദിവസം കഴിഞ്ഞൊക്കെ ഈ കണ്ണിൽ മഞ്ഞ കളറൊക്കെ വരത്തുള്ളൂ. അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഡോക്ടറെ കാണണം. അത് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണുക. അതുമാത്രമല്ല കഴിവതും വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. അപ്പം വെള്ളം ചൂടാക്കി 5 മിനിറ്റെങ്കിലും ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കുക. പിന്നെ വേറൊരു ന്യൂസാണ്, വീട്ടിലെ ജൈവമാലിന്യം ഇനി തൂക്കി പ്രതിഫലം നിശ്ചയിക്കാം. അതായത് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കീഴിലുള്ള ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജൈവമാലിന്യം ശേഖരിക്കുമ്പോൾ അവ തൂക്കി പ്രതിഫലം നിശ്ചയിക്കാം. 1 കിലോ ജൈവമാലിന്യം ശേഖരിക്കാൻ ഏറ്റവും കുറഞ്ഞ തുക 7 രൂപയാണെന്ന് തദ്ദേശ വകുപ്പിന്റെ പരിഷ്കരിച്ച മാർഗരേഖ വ്യക്തമാക്കി. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതയും സാധ്യതയും പരിഗണിച്ച് ഉയർന്ന നിരക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം. വീടുകളിലെ അടുക്കള മാലിന്യവും ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യവും മറ്റും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഹരിതകർമ്മസേനയും സ്വകാര്യ ഏജൻസികളും ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വളമാക്കാനും പന്നി ഫാമുകൾക്ക് വേണ്ടിയുമാണ് ഇപ്രകാരം മാലിന്യം ശേഖരിക്കുന്നത്. നിലവിൽ ഉയർന്ന നിരക്കാണിത്. അപ്പോൾ ഇതെന്താണ് നല്ലൊരു കാര്യം. കാരണം പലരും മാലിന്യങ്ങളൊക്കെ ചുമ്മാ റോഡരികിലും കുളങ്ങളിലും അങ്ങനെ ഇടുന്നുണ്ട്. അപ്പം അപ്പം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ പൈസ കിട്ടുന്നത് അത് നല്ലൊരു കാര്യം.
പക്ഷേ നേരത്തെ അല്ല ഇപ്പോഴും ഇങ്ങനെ തന്നെയാ. പ്ലാസ്റ്റിക് ഇവരെടുക്കാൻ വരുമ്പോ നമ്മൾ 50 രൂപ കൂടെ കൊടുക്കണം. അത് ശരി, അത് കൊടുക്കണം. അതെന്താണെന്ന് അറിയാൻ മേല. പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോ 50 രൂപ കൊടുക്കണം. ശരിയാണ്. അപ്പൊ എന്തായാലും നല്ല കാര്യമാണ്. നമ്മുടെ ജൈവ മാലിന്യം നമ്മൾ ഈ റോഡരികിലും പുഴയിലൊക്കെ കൊണ്ട് തള്ളുന്നതിന് പകരം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലതായിരിക്കും. അടുത്ത ന്യൂസ് എന്താ? രാജ്യത്ത് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തുടങ്ങിയ പ്രധാനമന്ത്രി മുദ്ര യോജന പദ്ധതിക്ക് കേരളത്തിൽ ആവശ്യക്കാർ ഏറെ. 2023-24 സാമ്പത്തിക വർഷം മാത്രം സംസ്ഥാനത്ത് 19.73 ലക്ഷം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. തൊട്ടുമുൻ സാമ്പത്തിക വർഷം 17.81 ലക്ഷം പേരാണ് പദ്ധതി വഴി വായ്പയെടുത്തത്. 11% ഗുണഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധന. 2021-22 സാമ്പത്തിക വർഷം 16.2 ലക്ഷം ആളുകളാണ് പദ്ധതി ഉപയോഗപ്പെടുത്തിയത്. മുദ്രാ യോജനയിൽ കേരളത്തിലെ വായ്പാ വിതരണം 18% വർദ്ധിച്ചിട്ടുണ്ട്. 2023-24 18,152.16 കോടി രൂപ വായ്പകളാണ് സംസ്ഥാനത്ത് അനുവദിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ വായ്പ, ഈ ചെറുകിട സംരംഭങ്ങളൊക്കെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് മുദ്രാ യോജന. അപ്പോൾ അതിൽ ആ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. കേരളത്തിൽ നിന്ന് ആവശ്യക്കാരേറെയാണ്. ചെറുകിട സംരംഭങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു തെളിവാണ് ഇത്രയും ഓരോ വർഷം കൂടുന്തോറും ആൾക്കാർ അതിലേക്ക് അത് ആവശ്യക്കാരേറെയായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ അടുത്ത വാർത്ത എന്താണെന്ന് അറിയാം. വേറൊരെണ്ണം, മോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാറ്. ബീഹാറിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ജാർഖണ്ഡിലെ ദിയോഘർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാറ്. ബീഹാറിലെ ജമുവായിൽ ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷിക പരിപാടിക്കായാണ് പ്രധാനമന്ത്രി ദിയോഘറിൽ വിമാനമിറങ്ങിയത്. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ജമ്മുവിലേക്ക് പോയി. തിരിച്ചെത്തിയ വിമാനത്തിൽ കയറി. എന്നാൽ സാങ്കേതിക തകരാറ് മൂലം ടേക്ക് ഓഫ് പറ്റിയില്ല. തുടർന്ന് മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങി. സന്ദർശനത്തിന് പോകുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ മാത്രം എനിക്ക് സമയമില്ല. ഇതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ മൈക്ക് ഓഫ് ആയി പോലെ. വേറൊരു കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് 92-ലും തോമസ് ഏട്ടൻ്റെ പ്രിയം വായന. ഇത് സഞ്ചി നിറയെ പുസ്തകങ്ങളുമായി തോമസ് ഏട്ടൻ്റെ വരവ് മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറിയിലേക്കാണ്. വായിച്ച് തീർത്തവ തിരിച്ചു വെച്ച് അത്രയും എണ്ണം പുതിയതെടുത്ത് മടങ്ങും. ആഴ്ച തോറും സഞ്ചി നിറയെ കഥയും നോവലും. ഈ 92കാരന് മാത്രം നൽകുന്ന അവകാശമാണെന്ന് ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ MC മാത്യുവും സെക്രട്ടറി PC ഉലഹന്നാനും പറയുന്നു. എരുമേലി കൊല്ലമുളം 70 ഏക്കർ നടുവിലെ പറമ്പിൽ D. തോമസ് പൊടിമീശ മുളച്ച കാലം മുതൽ തന്നെ പുസ്തകപ്രേമിയാണ്. നാട്ടിലെ വിഴിക്കത്തോട് ലൈബ്രറിയിൽ നിന്നാണ് തുടക്കം. ചേനപ്പടിയിൽ മുൻകൈയെടുത്ത് ചെറിയ വായനാശീലമുണ്ടാക്കി. കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി. പിന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ വായന വിട്ടില്ല. വിവാഹം കഴിഞ്ഞാണ് കൊല്ലമുളയിലേക്ക് കുടിയേറുന്നത്. കൃഷിപ്പണിക്ക് ശേഷം പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് രാത്രി 3-4 മണിക്കൂർ വായന. ഇപ്പോൾ വിശ്രമ ജീവിതത്തിലും അതിന് മാറ്റമില്ല. പ്രതീക്ഷിച്ച പുസ്തകം കിട്ടിയില്ലെങ്കിൽ കിലോമീറ്റർ അകലെയുള്ള കൊല്ലമുള പഞ്ചായത്ത് ലൈബ്രറിയിലും ഇടക്കണ്ടത്തിലെ ലൈബ്രറിയിലും പോയി എടുക്കും. അപ്പോൾ 92ാമത്തെ വയസ്സിലും വായന. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വായന ഫോണില് എല്ലാ വാർത്തകളും എല്ലാം അറിയുന്നതുകൊണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇത് ആഴ്ച തോറും, അതായത് ഇപ്പോൾ ഒരാഴ്ച വന്ന് പുസ്തകം എടുക്കും. എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി വെച്ചിട്ട് അത്രയും പുസ്തകം തന്നെ പിന്നെ എടുക്കും. അങ്ങനെ ആഴ്ച തോറും പുസ്തകം മാറി മാറി എടുത്തുകൊണ്ടിരിക്കും. അത് 92ാമത്തെ വയസ്സിൽ. അതൊരു നല്ല കാര്യമാണ്. പുസ്തകം വായിക്കാറില്ല. അപ്പം നമ്മൾ എല്ലാവരും കണ്ട് ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഈ 92ാമത്തെ വയസ്സിൽ ഇങ്ങനെ വായിക്കാന്ന് പറഞ്ഞാൽ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് തുടങ്ങിയ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കൃഷിയിലോട്ട് തിരിഞ്ഞു. പക്ഷെ എന്നാൽ പോലും വായന വിട്ടില്ല. അപ്പം ചിലർക്ക് അങ്ങനെ ആയിരിക്കും, വായനയോട് ഭയങ്കര ഇതായിരിക്കും. അപ്പം എല്ലാം ശീലിച്ചു വന്നവർക്ക് അതെ, ശീലിക്കാത്തവർക്ക് വായിക്കാനും തോന്നത്തില്ല. അങ്ങനെയാണ്.
അപ്പോൾ വായിക്കുന്നത് എന്താണ് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ 92ാമത്തെ വയസ്സിൽ അങ്ങനെ വായിക്കുന്നത് നല്ലൊരു കാര്യം. അതെ. ഇത് തോമസ് ഏട്ടൻ വായിച്ചു തീർത്തത് 10,000-ലേറെ പുസ്തകങ്ങളാണ്. അപ്പം അത് നല്ലൊരു കാര്യമല്ലേ. ആദിവാസികൾക്കായി 6,640 കോടിയുടെ പദ്ധതികൾക്ക് തുടക്കം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഗിരിവർഗ നേതാവ് ബിർസ മുണ്ടയുടെ ജന്മദിനത്തിൽ ഗോത്രവർഗക്കാർക്കായി 6,640 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ബീഹാറിലെ ജാമു ജില്ലയിൽ നടന്ന പരിപാടിയിൽ സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. അപ്പോൾ ഗിരിവർഗ നേതാവ് ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ഗോത്രവർഗക്കാർക്കായിട്ട് 6,640 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടിരിക്കുന്നത്. അതെ അതെ. ആദിവാസി കുടുംബങ്ങൾക്കായി നിർമ്മിച്ച 11,000 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിലും ഓൺലൈനായി അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ഇതിന് പോയപ്പോഴാണ് വിമാനത്തിന് അതെ അതെ അതെ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ താഴെ തട്ടിൽ കിടക്കുന്ന ആദിവാസികൾക്കൊക്കെ വീടുകളും എല്ലാം എല്ലാവരും രക്ഷപ്പെടട്ടെ അല്ലേ. ഇങ്ങനെയുള്ള നല്ല നല്ല പദ്ധതികൾ ചെയ്യുമോ ഇപ്പോൾ നമ്മുടെ കേരളത്തെയും കൂടെ പരിഗണിക്കും. മണിപ്പൂര് ആ പ്രശ്നവും കൂടെ എത്രയും പെട്ടെന്ന് തീർക്കും. അയ്യോ, മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നോ. അത്രയും അടുത്തൊരു സംഭവം നടന്നിട്ടും മറ്റു രാജ്യങ്ങളിലൊക്കെ സന്ദർശനത്തിനായി പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മണിപ്പൂർ കലാപത്തെ കുറിച്ചും ഒന്നും യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല. ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ. പിന്നെ ദേശീയപാതയിൽ സീബ്ര ലൈനുകൾ മാഞ്ഞു, ജീവിതമായാൻ ഇത് ധാരാളം. അപ്പം ദേശീയപാത 183 യാത്രക്കാർ എങ്ങനെ റോഡ് മുറിച്ചു കടക്കും? ശരിക്കും പെട്ടുപോകുമെന്ന അവസ്ഥയാണിപ്പോൾ. കൊട്ടാരക്കര ദിണ്ടിഗൽ പാതയിൽ സീബ്ര വരകൾ മാഞ്ഞു പോയതും കാൽനടയാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ അടക്കം മറുകരയിലെത്തുന്നത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനും ഇടയിലെ സീബ്ര ലൈനുകൾ കാണാനേ ഇല്ല. ചിറ്റാടി, അട്ടിവളവ്, SNDP വളവ്, 31-ാം മൈൽ, വേബ്രിഡ്ജ് വളവ്, പൈങ്ങന എന്നിവിടങ്ങളിലൊന്നും മുന്നറിയിപ്പ് ലൈനുകളില്ല. മൂടൽമഞ്ഞ് കൂടിയായാൽ നേരം ഇരുട്ടായാൽ ഹൈറേഞ്ചിലെ വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അപകടമിടയാക്കും. അപ്പോൾ അതൊരു ഹൈറേഞ്ച് ഏരിയ ആണ്. അപ്പോൾ അവിടെ സീബ്ര ലൈനും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഓർക്കണം. അത് അവിടെ രാത്രിയൊക്കെ അല്ലേ ഇപ്പൊ സീബ്ര ലൈനിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുവാന്ന് വെച്ചോ, അവര് നിർത്തത്തില്ല. നമ്മൾ നിയമം പാലിക്കാന്നുള്ള ഒരു ഇതിൽ സീബ്ര ലൈനിൽ കൂടെ കടക്കും. പക്ഷെ അതും കൂടെ ഇല്ലാതെ ഇപ്പം വിദ്യാർത്ഥികളടക്കം ഭയത്തോടെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പം അത് ഹൈ റേഞ്ച് ഏരിയയും കൂടെ ആയതുകൊണ്ട് എന്താണേലും അത് അതിനൊരു നടപടി എടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ. വേറെ എന്തോ ഉള്ള മണിപ്പൂരിൽ വ്യാപക പ്രതിഷേധം. സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂരിലെ ചുരാചാന്ദ്പൂർ, കാങ്പോക്പി, മൊറോ ജില്ലകളിൽ കുക്കി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. സുരക്ഷാ സേനകളെ വിമർശിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായി നൂറുകണക്കിന് പേരാണ് റാലിയിൽ പങ്കാളികളായത്. കുക്കി വുമൺ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയാണ് ഇത് നേതൃത്വം നൽകിയത്. കൊല്ലപ്പെട്ടവർ ഗോത്ര വോളണ്ടിയർമാരായിരുന്നുവെന്ന് കുക്കി വിദ്യാർത്ഥി സംഘടന നേതാക്കൾ പറഞ്ഞു. ജിരിബാം ജില്ലയിൽ തിങ്കളാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ 10 ആയുധധാരികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടെ ഏറ്റുമുട്ടലിനിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കാണാതായ 3 സ്ത്രീകളെയും കുട്ടികളെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവരെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് മെയ്തി സംഘടനകൾ ആരോപിച്ചത്.
ഇതാണ് മണിപ്പൂരിലെ ഇങ്ങനെ സംഘർഷം പിന്നെയും ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതുപോലെ 3 സ്ത്രീകളും 3 കുട്ടികളെയും ഇതുവരെ കാണാനില്ലായിരുന്നു. അപ്പം അവിടെയുള്ള സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ തട്ടിക്കൊണ്ട് പോയവർ തിരിച്ചെത്തുന്നുണ്ടെന്നാണ്. അപ്പം അവർക്കും അതിനകത്ത് വലിയ ഇതില്ല. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി നീതി ലഭിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഇവർ ഈ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെയാണ്. അതെ, 3 സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നത്. എന്തൊരവസ്ഥയല്ലേ. പേടിച്ചാണ്, ഭക്ഷണം പോലും കഴിക്കാൻ പേടിച്ചിട്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. കുക്കി വുമൺ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തുകൊണ്ടായിരിക്കും മോദി ഇതിനെ അതാണ് നമ്മളെല്ലാം മറ്റു രാജ്യങ്ങളിലെല്ലാം സമാധാനം സ്ഥാപിക്കാനും അതെ ഭയങ്കര ഇത് കാണിക്കുന്ന പല രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്ത് സമാധാനം സ്ഥാപിക്കാൻ മോദി മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മാത്രം മണിപ്പൂരിനെ മാത്രം കണ്ടില്ലെന്ന് വെക്കുകയാണ്. അതെ. മറ്റൊരു വെറൈറ്റി ആയിട്ടൊരു ന്യൂസാണ് ഉലക ചുറ്റും പപ്പട വാലിബൻ. വയസ്സ് 70 ആയെങ്കിലും ഉശിരുള്ള ആൺകുട്ടിയാണ്. സന്ദർശിച്ചത് 40 രാജ്യങ്ങൾ. ഇതിനുള്ള മൂലധനമാകട്ടെ കങ്ങഴ സ്വദേശി VK രാജന് പപ്പടമാണ്. അപ്പം 70 വയസ്സുണ്ട്, പക്ഷെ സന്ദർശിച്ചത് 40 രാജ്യങ്ങളും. അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് പപ്പടമാണ്. പത്തനാട് ശിവോദയ ഭവനത്തോട് ചേർന്നുള്ള പപ്പട നിർമ്മാണ യൂണിറ്റിലായിരുന്ന് ലോകം ചുറ്റുമെന്ന ആഗ്രഹം മനസ്സിലുടക്കിയപ്പോൾ വെല്ലുവിളിയായത് സാമ്പത്തികമായിരുന്നു. അധ്വാനത്താൽ ബാധ്യതകളെല്ലാം തീർത്ത് 64-ാം വയസ്സിൽ ആദ്യ യാത്ര ചൈനയിലേക്ക്. അപ്പം ആദ്യത്തെ യാത്ര, അപ്പം ഇത് ഇങ്ങനെ എല്ലാം സ്ഥലങ്ങളും ഇങ്ങനെ യാത്ര ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചപ്പം സാമ്പത്തികം, നമുക്ക് പൈസ ഉണ്ടല്ലോ നമുക്ക് പോകാൻ പറ്റും. അപ്പം സാമ്പത്തികമായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ സ്വയം അധ്വാനിച്ചിട്ട് കടങ്ങളെല്ലാം തീർത്തു. എന്നിട്ട് 64-ാമത്തെ വയസ്സിൽ ആദ്യ യാത്ര ചെയ്തത് ചൈനയിലേക്കായിരുന്നു. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയത് 2 ആഴ്ച മുമ്പ്. 10 ദിവസമായിരുന്നു സന്ദർശനം. ഹോങ്കോങ്, മക്കാവോ, UK, ജർമ്മനി, തായ്ലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക, നെതർലാൻഡ്, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, എത്യോപ്യ, സിംബാബ്വെ, തുർക്കി എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. ടൂറിസ്റ്റ് ഏജൻസിയുടെ സഹായവുമുണ്ട്. ഭാഷയും താമസവും ഭക്ഷണമൊന്നും ബുദ്ധിമുട്ടല്ല. രാജ്യങ്ങളുടെ സവിശേഷതകളും ചരിത്രവും മനസ്സിലാക്കും. ഇന്ത്യക്കുള്ളിൽ കുടുംബത്തെ ഒപ്പം കൂട്ടും. ഇന്ത്യക്കുള്ളിലാണെങ്കിൽ കുടുംബത്തെ ഒപ്പം കൂട്ടും. വിദേശയാത്രകൾ തനിച്ചും സിംഗപ്പൂർ, മലേഷ്യ യാത്രകൾ കൊച്ചുമക്കൾ ആതിരയ്ക്കൊപ്പമായിരുന്നു. ഭാര്യ ഓമനയും മക്കളായ രാജേഷും രതീഷും മരുമകളായ മഞ്ജുവും നിഷയുമെല്ലാം രാജന്റെ ലക്ഷ്യത്തിനൊപ്പം നിന്നു. അത് നല്ലൊരു കാര്യമല്ലേ. സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യൻ, സ്വപ്നങ്ങളെ പിന്തുടർന്ന് പപ്പടം കൊണ്ടൊരു ബിസിനസ് കൊണ്ട് ലോകം ചുറ്റുക എന്ന് പറഞ്ഞത്. അത് എത്ര വയസ്സിലായി? ഇപ്പം 70 വയസ്സുണ്ട്. 64-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. 40 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു. നല്ല കാര്യം. ഇപ്പം മാവോവാദികളെ ഭയന്ന് 21 വർഷം മുമ്പ് നാടും വീടും വിട്ടുപോയ 25 ആദിവാസി കുടുംബങ്ങൾ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു. 25 ആദിവാസി കുടുംബങ്ങൾ മാവോവാദികളെ ഭയന്ന് നാട് വിട്ടുപോയതായിരുന്നു. അവരിപ്പോ തിരിച്ചു വരികയാണ്. ജാർഖണ്ഡിലെ നാരായൺപൂർ ജില്ലയിൽപ്പെട്ട ഗാർപ ഗ്രാമത്തിൽ നിന്ന് 2023 ഒഴിഞ്ഞു പോയവരാണ് തിരികെ വന്നത്. 2023 എത്ര വർഷം കഴിഞ്ഞു? ഗ്രാമത്തിനു സമീപം പോലീസ് ക്യാമ്പ് വരികയും വികസന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് ഈ മടക്കം. അപ്പൊ അത്രയും നാൾ അവരവിടെ ഭയന്നിട്ട് 2003 അവര് പോയത്, നാട് വിട്ടു പോയത്. പക്ഷെ ഇപ്പൊ പോലീസ് ക്യാമ്പൊക്കെ വന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവർ തിരികെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും സുരക്ഷ അവർക്ക് ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ്. മഹാരാഷ്ട്രയിലെ ചാഡ്ചിരോളി ജില്ലയുടെ അതിർത്തിയിലുള്ള അബുഡ്ജ് അടുത്ത കാലം വരെ മാവോവാദി കോട്ടയായാണ് കണക്കാക്കിയിരുന്നത്. പ്രദേശത്തെ കാടുകളിൽ ഒളിഞ്ഞിരുന്ന മാവോവാദികൾ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചതോടെയാണ് ആദിവാസി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചത്. ഒക്ടോബർ 4-ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നക്സൽ വിരുദ്ധ നടപടികളിൽ ഒന്നിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ 31 മാവോവാദികളെ വെടിവെച്ചു കൊന്നിരുന്നു. പിന്നീട് ഗാർഭയിലും സമീപ ഗ്രാമങ്ങളിലുമായി 6ഓളം പോലീസ് ക്യാമ്പുകൾ തുടങ്ങി. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇവ. അപ്പൊ ഈ ഒരു ഗ്രാമത്തിലെ ആ ഗ്രാമത്തിലെ കാടുകളിലാണ് ഇവർ ഈ മാവോവാദികള് ഒളിച്ചിരുന്നത്. അപ്പോൾ അവർ എത്ര പേരെ കൊന്നത്?
പോലീസ് ക്യാമ്പൊക്കെ വന്നതിന് ശേഷമാണ് ഈ ആളുകൾക്കാണേലും ഒരു ധൈര്യം വന്നു അവിടെ ഒരു താമസിക്കാനാണേലും. ഒക്ടോബർ 4 സംസ്ഥാനത്തെ ഏറ്റവും വലിയ നക്സൽ വിരുദ്ധ നടപടികളിലൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ 31 മാവോവാദികളെ വെടിവെച്ചു കൊന്നു. അപ്പൊ അതോടെ ആ ഗ്രാമത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരികയാണ്. 25 ആദിവാസി കുടുംബങ്ങളാണ് 2023 നാട് ഉപേക്ഷിച്ചു പോയത്. അതെ, നല്ലൊരു കാര്യം. അല്ല, അവര് തിരിച്ചു വരണമല്ലോ. അതെ, അവരുടെ നാട്ടിൽ തന്നെ പേടിക്കാതെ ജീവിക്കട്ടെ. നമ്മുടെ നാട് വിട്ടു പോകുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും, അത് തന്നെയല്ലേ അവർക്കും. അവർ വരട്ടെ. വേറെണ്ണം, ശബരിമല വിഷയത്തിൽ KSRTC കട്ടപ്പുറം ബസ്സുകൾ ശരണയാത്രയ്ക്കില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിലുള്ള ബസ്സുകളെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 383 ബസ്സുകളെത്തും. 628 ജീവനക്കാരുണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും 728 ജീവനക്കാരും ഉണ്ടാകും. ഇതിന്റെ വിശദാംശം KSRTCയുടെ പമ്പ സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് സഹിതം അടുത്ത ആഴ്ച കോടതിയിൽ സമർപ്പിക്കും. ഇത്രയും ജീവനക്കാർക്ക് താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിമിതമാണെന്ന് KSRTCയുടെ അഭിഭാഷകൻ ദീപു തങ്കൻ ബോധിപ്പിച്ചു. ശബരിമലയിലെ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ അങ്ങനെ തന്നെയല്ലേ സേവനം അനുഷ്ഠിക്കുകയെന്ന് കോടതി വക്കാൽ ചോദിച്ചു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലടക്കം കച്ചവടക്കാർക്കും മറ്റും തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് കോടതി പറഞ്ഞു. ഫിറ്റ്നസ് ഇല്ലാതെ ഒരു ബസ് പോലും ശബരിമലയിൽ ഉപയോഗിക്കരുതെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെടെ ഡിവിഷണൽ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാതെ ഒരു ബസ് പോലും ഉപയോഗിക്കരുതെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇപ്പോ ശബരിമലയിലേക്ക് കുറെ സൗകര്യങ്ങളൊക്കെ യാത്രക്കാരന് ഭക്തർക്കായിട്ട് ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഇതാണ്. ആദ്യഘട്ടത്തിൽ 383 ബസ് വരും. ഇപ്പോ കാട്ടാനകളെ ആക്രമിച്ച് തുരത്തൽ. ബംഗാളിന് സുപ്രീം കോടതി നോട്ടീസ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തീപ്പന്തം ഉപയോഗിച്ച് ആക്രമിച്ച് തുരത്തി ഓടിക്കുന്ന സംഭവങ്ങൾ തടയുന്നതിന് പശ്ചിമ ബംഗാൾ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ശരിയായി പാലിക്കുന്നില്ലെന്ന് കാട്ടിയാണ് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ബംഗാളിലെ ചാർഗ്രാം ഗ്രാജ് കോളനിയിലേക്ക് ഇറങ്ങിയ ഒരു കൂട്ടം ആനകളെ തീപ്പന്തം കാട്ടി ഇവരെ ഓടിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇവര് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാട്ടില് ജീവിക്കുന്ന ആനകൾ നാട്ടിലേക്ക് വരുമ്പോൾ അതും ശരിയാണ്. പക്ഷെ മൃഗങ്ങളുടെ കാര്യം നമ്മൾ ചിന്തിക്കണം. അവരുടെ സ്ഥലങ്ങൾ കുടിയേറുന്നതുകൊണ്ടാണ് അവർ. ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ മറ്റേ എന്തായിരുന്നു ആനയുടെ പേരെന്തായിരുന്നു? അരിക്കൊമ്പനെ സപ്പോർട്ട് ചെയ്തും കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതെ, അത് പോയി കഴിയുമ്പോഴാണ് എല്ലാവർക്കും അതിന്റെ വില മനസ്സിലായത്. അതെ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ. അതെ, നല്ലതായിരുന്നു. അതെ, നല്ലതായിരുന്നു. അവരെനിക്ക് ഇഷ്ടമായിരുന്നു ആനകളൊക്കെ. അപ്പോ അവരുടെ ഈ കാട്ടാനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോട്ടീസ്. അക്രമമുള്ള ആനകളെ നമ്മൾ എന്താണേലും തുരത്തണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണ്. പക്ഷെ അവരൊന്നും അങ്ങനെ ആക്രമിക്കത്തൊന്നുമില്ലായിരുന്നു. അരിക്കൊമ്പനൊക്കെ ആക്രമിക്കില്ലായിരുന്നു. ഇല്ലല്ലോ, അരിക്കൊമ്പൻ ആക്രമിക്കത്തില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് എന്തായിരുന്നു, നല്ല സ്നേഹമായിരുന്നു എന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞത്. അത് പക്ഷെ അതിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാരും പറഞ്ഞു വന്നതല്ലേ. ആദ്യം പറഞ്ഞു വിടാനായിരുന്നു എല്ലാവർക്കും. ഒരിടക്ക് ഫുള്ള് ന്യൂസിൽ അതായിരുന്നു. പക്ഷെ ഇപ്പൊ കേൾക്കാൻ പോലും ഇല്ല. എന്താണ് എല്ലാരും മറന്നെന്ന് തോന്നുന്നു അരിക്കൊമ്പനെ. എത്ര ഫാൻ പേജുകളായിരുന്നു അരിക്കൊമ്പനല്ലേ, ഒത്തിരി ഉണ്ടായിരുന്നു. ഓർക്കുന്നുമല്ല. അടുത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്ര അവബോധം വളർത്തണമെന്ന് മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ശാസ്ത്രബോധം വളർത്താൻ ശാസ്ത്രമേളകൾ പോലുള്ളവയിലൂടെ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 56ാമത് സംസ്ഥാന ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും ആലപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റ് GHSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷയിൽ മാർക്ക് നേടാനുള്ള മാർഗം മാത്രമാകരുത് ശാസ്ത്രവിദ്യാഭ്യാസം.
ആധുനിക കാലത്ത് നരബലി ഉൾപ്പെടെ നടന്നത് അവഗണിക്കാനാവില്ല. ശാസ്ത്ര അവബോധത്തിനും യുക്തിചിന്തയ്ക്കും തെല്ലും സ്ഥാനമില്ലാതെ ഇരുണ്ട യുഗം നമുക്കുണ്ടായിരുന്നു. പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീനവും വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ച് നടത്തിയ സാമൂഹിക വൈജ്ഞാനിക മുന്നേറ്റവുമാണ് നമ്മെ മുന്നോട്ട് നയിച്ചത്. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളവയാകണം. ബഡ്ജറ്റിൽ 3600 കോടി രൂപയാണ് ശാസ്ത്ര ഗവേഷണത്തിനും ശാസ്ത്ര പുരോഗതിക്കുമായി കേരളം വകയിരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകത്തിലെ 4 വരി കവിത ചൊല്ലി സയൻസിന്റെ തുടർപ്രചരണത്തിന്റെ ശാസ്ത്രമേള ഊർജിതമാകട്ടെ എന്ന് ആശംസിച്ചാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. അതൊരു നല്ലൊരു കാര്യമല്ലേ? കാരണം അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടുതൽ. നമ്മളിപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ശാസ്ത്രം വളർന്നെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോഴും അന്ധവിശ്വാസം എത്ര മരണങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി പറയുന്നത് പരീക്ഷയിൽ മാർക്ക് നേടാനുള്ള മാർഗം മാത്രമാകരുത് ശാസ്ത്ര വിദ്യാഭ്യാസം. അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലരും അന്ധവിശ്വാസത്തിന് അടിമകളാണെന്ന് തന്നെ പറയാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതെന്താണെങ്കിലും ഈ ഒരു കാലത്തും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. അവർക്ക് വേണ്ട ഇതില്ല, അവബോധം കിട്ടിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു ശാസ്ത്രം. പക്ഷെ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും കൂടുതലും ഇത് ചെയ്യുന്നത്. ശാസ്ത്രം പലപ്പോഴും നരബലിയൊക്കെ നമ്മൾ പത്തനംതിട്ടയിൽ നടന്നത് അതൊക്കെ എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പം പരീക്ഷയ്ക്ക് മാർക്ക് നേടാനുള്ളൊരു മാർഗം മാത്രമാകാതെ ശാസ്ത്രലോകത്തിന് അന്ധവിശ്വാസങ്ങളെ ഇതാക്കാനും പറ്റട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നല്ലൊരു കാര്യം. ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ബാംഗ്ലൂരിലാണ് നടന്നിരിക്കുന്നത്. എന്താണ്? ബാംഗ്ലൂരിൽ ട്രാഫിക് സംബന്ധിച്ച വിവരങ്ങൾ യാത്രക്കാർക്ക് തത്സമയം കാണുന്നതിനായി മൊബൈൽ ആപ്പ് വരുന്നു. ആശ്രം എന്ന പേരിൽ 2 മാസത്തിനകം സൂപ്പർ ആപ്പ് പുറത്തിറക്കാനാണ് ബാംഗ്ലൂരു ട്രാഫിക് പോലീസിന്റെ ലക്ഷ്യം. യാത്രക്കാർ നൽകുന്ന സ്ഥലത്തിന്റെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് ആപ്പിലൂടെ തത്സമയം അറിയാനാകും. മാത്രമല്ല, വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ ഗതാഗത നിയമലംഘനങ്ങളും അപകട വിവരങ്ങളും ആപ്പിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. ബാംഗ്ലൂരു നഗരം മുഴുവൻ ഉൾക്കൊള്ളുന്നതാകും സൂപ്പർ ആപ്പ്. നഗരത്തിലെ ട്രാഫിക് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുതിയ പരീക്ഷണം. നല്ല കാര്യമാണ്. നമുക്കും വരുവായിരുന്നെങ്കിൽ നല്ലത്. അതെ, ബാംഗ്ലൂർ. പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കല്ലേ? അപ്പം അവിടെ എന്താണേലും നമ്മളെക്കാളും കൂടുതൽ അവിടെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളല്ലേ? അപ്പം അവർക്ക് എന്താണേലും നല്ലൊരു ഇതാണ്. നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ കൊണ്ടുവരുവായിരുന്നെങ്കിൽ വളരെ വളരെ നല്ല ഉപകാരമായിരുന്നു. ആളുകൾക്ക് നേരത്തും കാലത്തൊക്കെ എവിടെയൊക്കെ പോകണമെങ്കിൽ പോകാൻ ഗതാഗതക്കുരുക്ക് അറിയാൻ പറ്റുന്നത് നല്ല കാര്യം. ആപ്പൊക്കെ വരുമ്പോ നമുക്ക് ഫോണിലൂടെ തന്നെ എവിടെയാണ് ഇപ്പൊ ബ്ലോക്ക് ഉള്ളത്, അടുത്ത വഴി കൂടെ പോകാൻ പറ്റും. നല്ല കാര്യം. അതുപോലെ തന്നെ ഉണ്ടല്ലോ അപകടങ്ങളൊക്കെ, എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആപ്പിലൂടെ ഇവരെ അറിയിക്കാനും പറ്റും. പിന്നെ നമ്മൾ നവീൻ ബാബുവിന്റെ കേസ് പിന്നെയും കേരള കൗമുദിയാണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ ഫ്രണ്ട് പേജ്, ഇപ്പൊ ഏറ്റവും ബാക്ക് പേജിലാണ് കൊടുത്തേക്കുന്നത്. ചോദ്യങ്ങൾ ബാക്കി, ഉത്തരമില്ലാതെ പോലീസ്. നവീൻ ബാബു മരിച്ചിട്ട് 1 മാസം പിന്നിട്ടു. 1 മാസം കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അഴിമതി ആരോപണത്തിൽ അപമാനിതനായ കണ്ണൂർ ADM നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് 1 മാസം പിന്നിടുമ്പോഴും സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. ഒക്ടോബർ 14 വൈകിട്ട് 4 നടന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ CPM നേതാവ് PP ദിവ്യയുടെ ആരോപണമാണ് നവീൻ ബാബുവിന്റെ ജീവിതം ഉലച്ചത്. പിറ്റേന്ന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇനിയും ഉത്തരമില്ല. അന്വേഷണത്തിനെതിരെ കടുത്ത വിമർശനം ഉണ്ടായപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ദുരൂഹത മാറിയിട്ടില്ല. എന്നാൽ CPM സർക്കാരും നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് നവീന്റെ കുടുംബം. അത് ലംഘിച്ചാൽ CBI അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. എന്നാൽ പെട്രോൾ പമ്പിലെ ബിനാമി അന്വേഷണം പോലും ദിവ്യയിലേക്കും മറ്റും ഉന്നതരിലേക്കും എത്തിക്കാതിരിക്കാനുള്ള കരുതലും വ്യക്തമാണ്. വിജിലൻസിയാണ് ഉദ്യോഗസ്ഥനെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത്. ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകളുടെ കരാർ ലഭിച്ചു. ദിവ്യയുടെ ബിനാമി എന്ന ആരോപണം ഉയർന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥൻ സഹോദരന് പങ്കാളിത്തമുണ്ടെന്ന് ആക്ഷേപമുണ്ട്. അപ്പം ഈ CBIയോട് അന്വേഷണം വേണമെന്ന് അപ്പോൾ കുടുംബം ഇപ്പോഴും പാർട്ടി പറയുന്നതിൽ വിശ്വസിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും അതിനകത്തൊരു നടപടി ഇല്ലെങ്കിൽ കുടുംബം വീണ്ടും CBIയുടെ അന്വേഷണം വേണമെന്ന്
ആവശ്യം ഉന്നയിക്കും. അപ്പൊ ആ അവസാന നിമിഷത്തെ ആ കാര്യങ്ങളെ കുറിച്ച് ഇതുവരെയായിട്ടൊരു വ്യക്തതയില്ല. ബാക്കിയായിട്ടുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത് നവീൻ മരണത്തിലേക്ക് പോയ വഴി, യാത്രയപ്പിന് ശേഷം ആരെയൊക്കെ കണ്ടു, ആരെയൊക്കെ വിളിച്ചു, മുനീശ്വർ കോവിലിന് മുന്നിൽ ഇറങ്ങിയ നവീൻ എങ്ങോട്ട് പോയി, പുലർച്ചെ എന്ത് ചെയ്തു, ഓട്ടോറിക്ഷയിൽ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതായി പോലീസ് പറയുന്നു, ഈ ഓട്ടോ കണ്ടുപിടിച്ചു, ATM റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെന്നതിനും തെളിവുണ്ടായിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൽ ഇരുന്നിടത്തും ട്രാക്കിലൂടെ നടന്നതിനും CCTV ദൃശ്യങ്ങളുണ്ടെന്ന് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളം പ്രചരിപ്പിച്ചത് എന്തിന്? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പൊ ആ ഓട്ടോ കണ്ടുപിടിക്കാൻ കാരണം ലാസ്റ്റ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഓട്ടോയിൽ കയറിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആരെയൊക്കെ വിളിച്ചു കണ്ടു, ഇതിനൊന്നും ഒരിതില്ല. മരണശേഷം പോയ വഴികള് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കോടികൾ ചെലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തിന് സാധിക്കും. ഇപ്പൊ പ്രശാന്തിന് പിന്നിൽ ആര് എന്നൊരു ചോദ്യവും ഉണ്ട്. അപ്പൊ കോടികൾ ചെലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തിന് സാധിക്കുമോ? കൈക്കൂലി നൽകിയെന്ന് ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞതാണെന്ന് പ്രശാന്തിന്റെ മൊഴി. കൈക്കൂലിക്ക് വിജിലൻസ് ആണ് പരാതിപ്പെടേണ്ടത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ദിവ്യ പറഞ്ഞത്. പക്ഷെ കൈക്കൂലിക്ക് വിജിലൻസിനാണ് പരാതി നൽകേണ്ടത്. പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നും വ്യത്യസ്തം. എന്നിട്ടും വ്യാജ പരാതി തയ്യാറാക്കി ആളെ കണ്ടെത്തിയത് എന്തുകൊണ്ട്? അല്ലേ? അപ്പൊ പേര് നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള രണ്ടും രണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത പരാതിയിൽ വിജിലൻസ് എങ്ങനെ 14-ന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു? ഇലക്ട്രീഷ്യനായ പ്രശാന്തിനെ രക്ഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ അധികൃതർ ശ്രമിച്ചതുകൊണ്ടല്ലേ ആരോഗ്യ സെക്രട്ടറി അടങ്ങിയ സംഘത്തെ മന്ത്രി അന്വേഷണത്തിന് നിയോഗിച്ചത്? ആദ്യം മിണ്ടാതിരുന്ന കളക്ടർ പിന്നീട് നവീൻ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് എന്തിനു പറഞ്ഞു? ADMന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്കും താൻ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനും വിരുദ്ധമായ ADMന്റെ സംശയം നിഴലിക്കുന്ന മൊഴി മുദ്ര വെച്ച കവറിൽ സ്റ്റേറ്റ്മെന്റിനായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പ്രത്യേക അന്വേഷണ സംഘം കളക്ടറുടെ വിശദ മൊഴി എടുത്തതെന്ത്? നവീന്റെ മൊബൈലിലെ വിവരം സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘം മറയ്ക്കുന്നത് എന്തിന്? അപ്പൊ ആ വിവരങ്ങൾ പോലും കൊടുത്തിട്ടില്ല. ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പിന്നെ ആത്മഹത്യാക്കുറിപ്പുണ്ടോ? രാവിലെ 7-ന് മരണം അറിഞ്ഞിട്ടും ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വൈകിയത് എന്ത്? പോലീസ് എത്തിയത് 9:40-ന്. ഇൻക്വസ്റ്റ് നടന്നത് 10:15-ന്. കേസ് ആദ്യം അന്വേഷിച്ചത് ശ്രീജിത്ത് കൊടേരി മാത്രമാണ് ഡ്രൈവറുടെ മൊഴിയെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘം ഡ്രൈവറുടെ മൊഴിയെടുക്കാത്തത് എന്തുകൊണ്ട്? നവീന്റെ കുടുംബം കണ്ണൂരിൽ എത്തും മുമ്പ് ഇൻക്വസ്റ്റ് പൂർത്തിയായി. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടന്നു. എന്തിനായിരുന്നു ഈ ധൃതി? കുടുംബം എത്തുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും എല്ലാം നടന്നു. മുനീശ്വർ കോവിലിനടുത്ത് നവീൻ ഇറങ്ങുമ്പോൾ ക്വാർട്ടേഴ്സിന്റെ താക്കോൽ കൈമാറിയിരുന്നതായാണ് ഡ്രൈവർ സുധിന്റെ മൊഴി. യാത്ര ഉപേക്ഷിച്ച് നവീൻ ക്വാർട്ടേഴ്സ് തുറന്നത് ഇങ്ങനെ. നമ്മളെപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, എല്ലാവരും നവീന്റെ കുടുംബത്തെ പോയി കാണുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെയുണ്ട്. പക്ഷെ ഈ നവീൻ ബാബു മരിച്ചതിന് ഒരു വ്യക്തതയില്ല. അദ്ദേഹം എന്തിനു മരിച്ചു, അതിന് പിന്നിലുള്ള ആരൊക്കെയാണ്? ഇവർക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പോലീസിന് അറിയാം, പക്ഷെ അവരതിനുള്ള മുൻകൈ എടുക്കുന്നില്ല. അതാണ് എന്തോ ഒരു ആരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും. പക്ഷെ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ അതിന് ഇത്രയും 1 മാസം കഴിഞ്ഞു മരിച്ചിട്ട്, എന്നിട്ട് പോലും ഒരു നടപടിയും എടുക്കുന്നില്ല. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിനൊപ്പമാണ്, എത്രയും പെട്ടെന്ന് നടപടി എടുക്കും. എല്ലാരും വന്ന് സന്ദർശിക്കുന്നു, നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്, വേണ്ട നടപടികൾ എടുക്കും. പക്ഷെ ഇതുവരെയായിട്ട് 1 മാസം കഴിഞ്ഞു പ്രതികളെ പിടിക്കാനായിട്ട്. മണിക്കൂറുകൾക്ക് മുമ്പ് കയറിയ ഓട്ടോ ഡ്രൈവറെ പോലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കുടുംബം വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടവും എല്ലാ കാര്യങ്ങളും അവർ തീർത്തും വെച്ചു. അപ്പം ഇതിന് ഇത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അത് അവർ തന്നെ തീരുമാനിക്കണം. പിന്നെ 5.5 വർഷം വന്യജീവികൾ കവർന്നത് 692 മനുഷ്യജീവനുകൾ. കഴിഞ്ഞ 5.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 692 മനുഷ്യജീവനുകൾ.
4800 പേർക്ക് പരിക്കേറ്റു. 2019 മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള കണക്കാണിത്. അപ്പോൾ കഴിഞ്ഞ 5.5 വർഷത്തിനിടെ സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 692 ജീവനുകളാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 2019 മുതലുള്ള 2019 തൊട്ട് കഴിഞ്ഞ മാസം വരെയുള്ള കണക്കായത്. 2017 ജനുവരി 1 മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ 30 വരെ മരിച്ചത് 17.75 കോടിയും പരിക്കേറ്റവർ 44.12 കോടിയും നഷ്ടപരിഹാരം നൽകിയതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. ആനകൾ 115 പേരുടെയും കാട്ടുപോത്ത് 10 പേരുടെയും ജീവനെടുത്തു. പാമ്പുകടിയേറ്റ് മരിച്ചവരാണ് ഏറെയും. ഒക്ടോബർ വരെ 2518 കാട്ടാനാക്രമണത്തിൽ 31 പേർക്ക് പരിക്കേറ്റു. ഈ കാലയളവിൽ 141 പുള്ളിപ്പുലി, 49 കടുവ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. 6 മാസത്തിനിടെ പുലിയുടെ ആക്രമണത്തിൽ ആരും മരിച്ചിട്ടില്ല. അപ്പോൾ ആനകൾ 115 പേരുടെയും കാട്ടുപോത്ത് 15 പേരുടെയും ജീവനെടുത്തു. ആനകളാരും പറഞ്ഞുള്ളൂ, 115 പേരുടെ ജീവനാണ് ആനകൾ എടുത്തത്. കാട്ടുപോത്ത് 10 പേരുടെ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് പാമ്പുകടി ഏറ്റിട്ട്. പിന്നെ ഒക്ടോബർ വരെ 2518 കാട്ടാനാക്രമണത്തിൽ 31 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇക്കാലയളവിൽ 141 പുള്ളിപ്പുലി, 49 കടുവ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. 6 മാസത്തിനിടെ പുലിയുടെ ആക്രമണത്തിൽ ആരും മരിച്ചിട്ടില്ല. എന്നാൽ 78 കന്നുകാലികളെ നഷ്ടമായി. 6 മാസം കൊണ്ട് 78 കന്നുകാലികളെ നഷ്ടമായി. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഈ ATMന്റെ അകത്തൊരു വൃദ്ധം നിൽക്കുമ്പോ കാട്ടുപന്നി വന്ന് കണ്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാട്ടുപന്നി ഇങ്ങനെ കടിക്കുന്നതാണോ? കടിക്കുകയല്ല, കുത്തുക ചെയ്യുന്നത്. കാട്ടുപന്നിയോ? അല്ല, കാട്ടുപന്നി ഇങ്ങനെ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു, ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അതിന്റെ കൊമ്പ് ഉപയോഗിച്ച് കുത്തു ഏതാണ്ട് ചെയ്യണം. ആൾക്കാർ വരെയൊക്കെ മരിക്കും. ഭയങ്കര ആള് ചെറുതാണേലും ആക്രമം ഭയങ്കര. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ വരുമ്പത്തേക്കിനും. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു ആന എന്തെങ്കിലും വരെ നമ്മൾ ഷോക്കായിട്ട് നിൽക്കത്തുള്ളൂ, നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അപ്പം നഷ്ടപരിഹാരം തേടിയുള്ള അപേക്ഷകളിൽ ഏറെയും പാമ്പ്, ആന, കടന്നൽ, കാട്ടുപോത്ത്, പന്നി, പുലി, കടുവ എന്നിവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെ. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മുടെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ളും നിറഞ്ഞു നിന്ന ഒരു ആളാണ് ഹന റോഹിതി അല്ലേ? മറ്റേ ന്യൂസിലാൻഡിലെ MP. അതെ അതെ. അപ്പോൾ പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടിയതല്ല, പുള്ളിക്കാരി അവിടെ ബില്ല് കീറിക്കളയുകയും ചെയ്തു. ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമായ മാവോറികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയെ അട്ടിമറിക്കാനുള്ള ബില്ലിനെതിരെ പാർലമെന്റിൽ ഹക്ക നടത്തിയ പ്രതിഷേധിച്ച് MP-മാർ. അപ്പോൾ ഹക്ക നടത്തിയ പ്രതിഷേധിച്ച് MP-മാർ. അപ്പൊ അവരുടെ ഒരു ആദിവാസികളുടെ നൃത്തം നടത്തി, പിന്നെ ബില്ല് കീറിക്കളഞ്ഞു. അപ്പൊ അങ്ങനെ പ്രതിഷേധിച്ചാണ് അവര്. അതെ. ഇപ്പൊ ഈ പുള്ളിക്കാരിക്കെതിരെ കുറെ വിമർശനങ്ങളും വരും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തും ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. 21 വയസ്സെന്തോ ഉള്ളൂ. 22 വയസ്സ്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു MP ആണ്. അതെ. അത് ധൈര്യം സമ്മതിക്കണല്ലേ. അപ്പോ വ്യാഴാഴ്ച പാർലമെന്റ് ബില്ലിന്മേൽ ആദ്യ വോട്ടെടുപ്പ് നടത്തുന്നതിന് പിന്നാലെയാണ് വേറിട്ട പ്രതിഷേധമുണ്ടായത്. അതെ. പ്രതിപക്ഷ MP-യായ ഹന റോഹിതി മൈപി ക്ലർക്ക് ബില്ല് കീറുകയും പ്രതിഷേധ സൂചകമായി നടുത്തളത്തിലിറങ്ങി മാവോറികളുടെ പരമ്പരാഗത നൃത്തമായ ഹക്ക അവതരിപ്പിക്കുകയും ചെയ്തു. ഹന്നെ പിന്തുണച്ച് ഹക്കയുമായി മറ്റ് മാവോവി MP-മാരും എത്തിയതോടെ പാർലമെന്റ് സ്തംഭിച്ചു. പിന്നാലെ ഹന്നെ അടക്കം രണ്ട് അംഗങ്ങളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത്രയും ചെറിയ വയസ്സിൽ തന്നെ ഇങ്ങനെ ഇത്രയും ഒരു ധൈര്യം. അത് സത്യം, അതാണ് ഞാൻ പറഞ്ഞത്, ധൈര്യം സമ്മതിക്കണം. അതെ അതെ. വേറെന്താ വാർത്തയുള്ളത്? ഈ നാടക നടിമാരുടെ ഒരു ഇതാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നാടക നടിമാരുടെ സങ്കടം സർക്കാർ കാണണം, അരങ്ങിൽ പൊലിയുന്ന ജീവിതങ്ങൾ. അപ്പം എല്ലാവരും ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജോലി ആരംഭിക്കുന്നവരാണ് നാടക കലാകാരന്മാർ. പുരുഷന്മാർ നാടക പ്രവർത്തനത്തിന് പോകുമ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കാൻ പല വീടുകളിലും സ്ത്രീകളുണ്ടാകും. പക്ഷെ നാടക നടിമാർ അഭിനയിക്കാൻ പോയാൽ വീട്ടുകാര്യങ്ങൾ നോക്കാൻ മറ്റാരും ഉണ്ടാകില്ല. ജോലി കഴിഞ്ഞെത്തി വിശ്രമിക്കേണ്ട സമയത്താണ് നടിമാർ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്. സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ.
പക്ഷേ അവർക്ക് മാന്യമായ വരുമാനം അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല. നാടകം രാത്രിയാണെങ്കിലും ഉച്ച കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ദൂരെയാണ് നാടകമെങ്കിൽ ചിലപ്പോൾ തലേനാൾ പുറപ്പെടണം. എത്ര ദുരിതമായാലും നാടകരംഗത്തേക്ക് തിരിഞ്ഞവർക്ക് പിന്നീട് അത് ഉപേക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല. ഡയാലിസിസ് ചെയ്യുന്നതിനിടയിലും നാടകം കളിക്കുന്ന സ്ത്രീകളുണ്ട്. പണ്ട് നാടകത്തിൽ നിന്നും ലഭിച്ച വരുമാനത്തിലൂടെ സ്വന്തം വിവാഹത്തിനുള്ള സ്വർണം വാങ്ങിയ അഭിനേത്രിമാരുമുണ്ട്. പക്ഷെ കലാരംഗത്ത് ഉയരങ്ങളിൽ നിന്നടക്കം ഇപ്പോൾ കനത്ത നിലംപതിച്ച് കിടക്കുകയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകുന്ന നാടകനടിമാരും ഇപ്പോഴുണ്ട്. എല്ലാ നാടകങ്ങളും സതുദ്ദേശത്തോടെ ഉള്ളതാണ്. സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു നാടകം പോലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നാടകരംഗത്തുള്ളവർക്ക് സർക്കാർ പോലും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നില്ല. സർക്കാരിൻ്റെ പരിപാടികൾക്ക് അതിഥികളായി ക്ഷണിക്കുന്നത് നർത്തകിമാരെയും സിനിമാ അഭിനേതാക്കളെയുമാണ്. 1-2 സിനിമകളിൽ അഭിനയിച്ചവരെ പോലും സർക്കാരിൻ്റെ വമ്പൻ പരിപാടികളിൽ അതിഥികളായി എത്തുന്നുണ്ട്. മെഗാ ഷോകളും നൃത്ത പരിപാടികളും വൻ തുക കൊടുത്ത് സർക്കാർ നടത്തുന്നു. പലപ്പോഴും ഇത്തരം പരിപാടികളിൽ നാടകസമിതികൾ അവസരം പിടിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ്. അത് ശരിയാണല്ലേ? കാരണം നമ്മൾ നാടകം എന്ന് പറയുമ്പോൾ ഇപ്പം കൂടുതൽ സിനിമയ്ക്കും ഡാൻസേഴ്സിനും ഒക്കെയാണ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത്. ആരെയും അങ്ങനെ സ്റ്റേജിൽ വിളിച്ചിട്ട് അങ്ങനെ വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇവരുടെ വരുമാനം 5.5 മാസം. സിനിമയിലേക്ക് എത്തുന്ന പല നടിമാരും നടന്മാരൊക്കെ അവരുടെ തുടക്കം നാടകത്തിൽ നിന്നായിരുന്നു. പക്ഷെ ഇവരുടെ ജീവിതം വളരെ ദുരിതമാണ്. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ കഷ്ടപ്പാടാണ്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ ഇതിൽ നാടകത്തിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ അവർക്ക് അതിനുള്ള വരുമാനവും ലഭിക്കുന്നില്ല. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഓണക്കാലത്തെ 10 ദിവസം മാത്രമാണ് നാടകസമിതികൾക്ക് കാര്യമായ അരങ്ങ് ലഭിക്കുന്നത്. പിന്നീട് വല്ലപ്പോഴും ലഭിക്കുന്ന നാടകമേളകളും മത്സരങ്ങളും മാത്രമാണ്. അവിടങ്ങളിൽ തുച്ഛമായ പ്രതിഫലമേ ലഭിക്കും. 12 മുതൽ 20 കലാകാരന്മാർ സമിതികളിൽ ഉണ്ടാകും. പക്ഷേ മേളകൾക്കും മത്സരങ്ങൾക്കും ലഭിക്കുന്നത് 20,000 രൂപ മാത്രമാണ്. ഇത് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം നൽകാനാകും? അപ്പോൾ ആകെ കിട്ടുന്നത് 20,000 രൂപയാണ്. അതിപ്പോൾ ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുമ്പം ഒന്നും കിട്ടത്തില്ല. സീസൺ സമയത്ത് നാടകത്തിനുള്ളിലെ പ്രതിഫലം വിലപേശി കുറയുകയാണ്. സീസൺ സമയത്ത് നീക്കിവെക്കുന്ന മിച്ചം കൊണ്ടാണ് തൊട്ടടുത്ത നാടകം ഇറക്കുന്നത്. സീസണിൽ മിച്ചമില്ലാതെ വരുന്നത് നാടകസമിതികൾ കൂട്ടത്തോടെ തകരുന്നതിന് കാരണമാകും. അപ്പോൾ ഇതിന് ശക്തമായിട്ട് സർക്കാർ ഇടപെടണമെന്നാണ് പറയുന്നത്. നാടക കലാകാരന്മാർക്ക് വേണ്ടി അർഹിക്കുന്ന അംഗീകാരം അവസരങ്ങളും നൽകാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം. ഓഫ് സീസണിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ നാടകമേളകൾ നടത്താൻ സർക്കാർ സഹായം നൽകണം. സംഗീത നാടക അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നാടക സമിതികൾക്കും പുതിയ നാടകം നിർമ്മിക്കാൻ ഗ്രാന്റ് ഏർപ്പെടുത്തണം. നാടക അഭിനേത്രിയും കാളിദാസ കലാകേന്ദ്ര ഡയറക്ടറുമായ ലേഖിക പറയുന്നു. അപ്പോൾ അവരുടെ ആവശ്യം പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സർക്കാർ ഇപ്പം അതുമാത്രമല്ല, നമ്മൾ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കുന്ന പോലെ ഇവരെയും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുക. അവർക്കും കറക്റ്റായിട്ടുള്ള സാലറി അല്ലേ? അതെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞ നാടകങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പണ്ട് നാടകം എല്ലാവരും കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും സിനിമ അങ്ങനെയൊക്കെ. അല്ല, അത് തന്നെയല്ല, ഇപ്പൊ എല്ലായിടത്തെ പ്രോഗ്രാമുകളൊക്കെ വ്യത്യാസം വന്നു. ഇഷ്ടപ്പെടുന്നവർ വളരെ കുറച്ചൊക്കെ കാണത്തുള്ളൂ. അതെ അതെ, എല്ലാവർക്കും ഒരു അംഗീകരിക്കാൻ മടി എന്നുള്ള രീതിയാണ്. അതെ, ഇതുപോലെ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാർ, നാടകം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന കല. നമ്മുടെ പല നടന്മാരും നടിമാരൊക്കെ, മുരളി, KPC ലളിത, ഇവരൊക്കെ നാടകത്തിലൂടെയൊക്കെ വന്ന ആൾക്കാർ, കലയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അതുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതെ. ഇനി സ്പോർട്സിലേക്ക് പോയാലോ? ഇത് മാതൃഭൂമി എടുത്ത വണ്ടർഫുൾ സഞ്ജു സാംസന് വീണ്ടും സെഞ്ചുറി. തിലക് വർമ്മയ്ക്ക് തുടർച്ചയായ 2ാം സെഞ്ചുറി. ഇന്ത്യക്ക് 135 റൺസ് ജയം. പരമ്പര 3-1. അപ്പം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു 4 പരമ്പര നടന്നത്. അപ്പം 3-1 ഇന്ത്യ ജയിച്ചു. വണ്ടർ സ്റ്റേഡിയത്തിൽ കാണികളെ വണ്ടർ അടിപ്പിച്ച സഞ്ജു സാംസണും തിലക് വർമ്മയും ഇരുവരും സെഞ്ചുറിയും റെക്കോർഡും കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 135 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ 20 ഓവറിൽ നിന്ന് 283, ദക്ഷിണാഫ്രിക്ക 18.2 ഓവറിൽ 148 പുറത്ത്. ഇതോടെ 4 മത്സരങ്ങളുടെ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. അപ്പം 4 പരമ്പരയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണവും ഇന്ത്യ ജയിച്ചു.
സഞ്ജു സാംസൺ 56 പന്തിൽ 109 റൺസ് എടുത്തതോടെ തിലക് വർമ്മ 47 പന്തിൽ 120 റൺസോടെയും പുറത്താകാതെ നിന്നു. തിലകിന്റെ ഇന്നിംഗ്സിൽ 10 സിക്സും 9 ഫോറുമുണ്ട്. സഞ്ജു 9 സിക്സും 6 ഫോറും നേടി. നേരത്തെ ഓപ്പൺ അഭിഷേക് ശർമ്മ 18 പന്തിൽ 36 റൺസ് അടിച്ചിരുന്നു. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത്. അപ്പം T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു T20 ഉയർന്ന സ്കോറും. അപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏറ്റവും ഉയർന്ന ഒരു സ്കോറും കൂടെയാണിത്. അപ്പം ഇന്ത്യ ഇന്നിംഗ്സിൽ 23 സിക്സ് ഉണ്ട്. രണ്ടാം വിക്കറ്റിൽ സഞ്ജു തിലക് സഖ്യം 86 പന്തിലാണ് 210 റൺസ് അടിച്ചത്. അപ്പം സഞ്ജുവും തിലകിന്റെയും അവരുടെ കൂട്ടുകെട്ടിൽ 86 പന്തിൽ 210 റൺസ് അടിച്ചു. അപ്പം T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടും കൂടിയാണിത്. അപ്പോൾ T20യിൽ 20 കരിയറിലെ 3ാം സെഞ്ചുറിയിലാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു അടിച്ചത്. ഒരു കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർമായിരുന്നു. അപ്പോൾ ഈ T20 തന്നെ 3 തവണ T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്ററാണ്. അതെന്താണ് മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി കുറിച്ച സഞ്ജു പിന്നീട് 2 ഇന്നിംഗ്സിൽ 0-ന് പുറത്തായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലും സെഞ്ചുറി നേടിയ തിലക് തുടരെ 2 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി. സഞ്ജുവാണ് ആദ്യത്തെ ആൾ. അപ്പം മറുപടി ബാറ്റിങ്ങിൽ 3 ഓവറിൽ 10 റൺസ് എടുക്കുന്നതിനിടെ ദക്ഷിണാഫ്രിക്കയുടെ 10 റൺസ് എടുക്കുന്നതിനിടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4 വിക്കറ്റ് പിഴുത് ഇന്ത്യ ജയം ഉറപ്പിച്ചു. അപ്പം എന്താണേലും ഇന്ത്യക്കാർക്ക് എന്താണേലും ഒരു അഭിമാനമാണ്. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. അപ്പം എന്താണല്ലോ അത് ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. CK നായിഡു ക്രിക്കറ്റിൽ തമിഴ്നാടിനെതിരെ വരുൺ നായരുടെ സെഞ്ചുറി മികവിൽ കേരളം മികച്ച സ്കോറിലേക്ക്. CK നായിഡു ക്രിക്കറ്റിൽ തമിഴ്നാടിനെതിരെ വരുൺ നായരുടെ സെഞ്ചുറി മികവിൽ കേരളം മികച്ച സ്കോറിലേക്ക്. ആദ്യ ദിനം വെളിച്ചക്കുറവ് കാരണം കളി നിർത്തിയപ്പോൾ കേരളം 3 വിക്കറ്റിൽ 199 റൺസിലെത്തി. വരുൺ നായർ, കാമിൽ അബൂബക്കർ എന്നിവർ ബാറ്റിംഗ് തുടർന്നു. 204 പന്ത് നേരിട്ട വരുൺ 12 ഫോറും 1 സിക്സും നേടി. ടോസ് നേടിയ തമിഴ്നാട് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. 21 റൺസിന് 3 വിക്കറ്റ് നഷ്ടമായ കേരളത്തിന് വരുണും കാമിലും ചേർന്ന് കരകയറ്റി. ഈ സഖ്യം 178 റൺസ് കൂട്ടിച്ചേർത്തു. മഴയും വെളിച്ചക്കുറവും കാരണം ആദ്യ ദിനം 71 ഓവറേ എറിഞ്ഞുള്ളൂ. അപ്പോൾ CK നായിഡു ക്രിക്കറ്റിലെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ അത്യാവശ്യം വാർത്തയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് നമുക്ക് പോവാൻ സമയമായി. അതെ, എല്ലാ വാർത്തയും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അടുത്ത ദിവസം നമ്മൾ ഇനി വാർത്തയൊക്കെ ആയിട്ട് 2 ദിവസത്തേന് ഞങ്ങൾ തന്നെയാണ്. ഞാനും മരിയായിരിക്കും, നിങ്ങൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പം ഞങ്ങളുടെ വാർത്തകൾ ഇനിയും കാണുക അല്ലേ? അതെ. അപ്പം വേറൊന്നുമില്ല. അപ്പം എല്ലാ വാർത്തയും കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെ, ആരും പൊങ്കാലയിടാൻ പ്ലീസ്. ഓക്കെ, അപ്പോൾ നാളെ ഞങ്ങൾ 2 വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.